ഹായ് നമസ്കാരം. ക്വാറി ഉടമയുടെ കൊലപാതകം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്ന തമിഴ്നാട് പോലീസ് സ്ഥലം നേരത്തെ തീരുമാനിച്ച് വാഹനം ഇവിടെ എത്തിച്ച് കൊല നടത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ ഒന്നിലേറെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെയും ദീപുവിന്റെ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇതിനായി ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായ തക്കല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തമിഴ്നാട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നിരുന്നു. പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലാണ് കൊലപാതകിയെന്ന് സംശയിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കണ്ടെത്തിയത്. മണ്ണുമാന്തി യന്ത്രം വാങ്ങാനാണ് ദീപു കോയമ്പത്തൂരിലേക്ക് പോയത്. ഇതിനായി ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററെയും നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒപ്പം കൂട്ടി. ദീപു സഞ്ചരിച്ച കാർ മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതിനു ശേഷം കളിക്കാവിള ഭാഗത്തേക്ക് തിരികെ മടങ്ങി വരുന്നതായും വീണ്ടും തിരിച്ചു പോകുന്നതായും പെട്രോൾ പമ്പിന് സമീപത്തായി പാർക്ക് ചെയ്യുന്നതായും CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാറിൽ ദീപുവിനോടൊപ്പം ഉണ്ടായിരുന്നയാൾ അതിർത്തി കടന്ന ശേഷം കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ദീപുവിന്റെ കഴുത്തിൽ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തി തിരികെ കൊണ്ടുവന്നതാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. റോഡരികിൽ വാഹനം നിർത്തിയപ്പോൾ കൊലപാതകം നടത്തി. കാറിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളഞ്ഞതാവാം. കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിന്റെ കഴുത്ത് മുറിച്ചത്. കാറിൽ നടത്തിയ പരിശോധനയിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ചെറിയ കത്തി കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടന്ന സ്ഥലത്ത് CCTV ക്യാമറകൾ ഇല്ല എന്നത് കൊലപാതകിക്ക് അറിയാമായിരുന്നുവെന്നും പോലീസ് കരുതുന്നു. കൊലപാതകത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ഇതുകൊണ്ടാവാം ദൂരെ നിന്നുള്ള ഒരു ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി കയ്യിൽ ഒരു ബാഗുമായി മുടന്തി നടന്നു പോകുന്ന ദൃശ്യമാണുള്ളത്. ദീപുവിനെ കാത്ത് തക്കലയിൽ നിന്നിരുന്ന സുഹൃത്തിനെയും ദീപുവിന്റെ ജീവനക്കാരെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും ഒപ്പമുണ്ടായിരുന്നയാളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചില്ല. 2 ദിവസം മുമ്പ് ദീപു ഒരാളോട് JCBയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും യാത്രയെയും കുറിച്ച് സംസാരിച്ചുവെന്നും ഇയാളെ യാത്രയ്ക്ക് വിളിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ദീപുവിന്റെ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിർത്തിയിലെയും നെയ്യാറ്റിൻകരയിലെയും മണ്ണുമാന്തി യന്ത്ര ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. സംശയമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും വാഹനം ഇവരെ പിന്തുടർന്നിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മലയൻകീഴ് രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത്. അതോടെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഒഴിവായി.